വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ രാഘവൻ നായർക്ക് പ്രസാദം തൊട്ട് കൊടുക്കുന്ന ശാലിനിയെ വിളിച്ച് കാണിക്കുകയാണ് സത്യഭാമയ്ക്ക്. അന്നേരം ശാലിനി അച്ഛന് ഞാനൊരു കോഫി എടുത്തുകൊണ്ട് വരട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. ശാലിനി അകത്തേക്ക് പോകുന്നത് കണ്ട് സുസ്മിത ചോദിക്കുകയാണ്, ഇവിടെ ഒരു സർവദോഷ പരിഹാര പൂജ നടക്കാൻ പോവുകയല്ലേ ആൻറ്റി? പിന്നെ എന്തിനാ ഇവളുടെ വക വേറൊരു പൂജയൊക്കെ? ഇത് അങ്കിളിനെ സോപ്പിടാൻ വേണ്ടിയാണ്, എന്തോ കാര്യം സാധിക്കാൻ. അതിനുശേഷം രാഘവൻ നായർക്ക് കോഫി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ശാലിനി. ഇത് മുകളിൽ നിന്ന് നോക്കി കാണുകയാണ് വിഷ്ണുവും പ്രീതിയും. കോഫി കുടിക്കുന്ന രാഘവൻ നായരോട് എങ്ങനെയുണ്ട് അച്ഛാന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ കണ്ട് ആകെ അസൂയപ്പെട്ട് നിൽക്കുകയാണ് സുസ്മിത. രാഘവൻ നായർ പറയുകയാണ്, എൻ്റെ ഭാമ ഉണ്ടാക്കുന്നത് പോലെ തന്നെ. ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. രാവിലെ ഉണർന്നു വരുമ്പോൾ വീടൊരു ദേവാലയം പോലെ തോന്നണം. അന്നേരം ശാലിനി പറയുകയാണ്, പക്ഷേ അമ്മ എന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലച്ചാ. നിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ വൈകാതെ അവൾ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ആശ്വസിപ്പിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം ഒരാൾ അവിടേക്ക് ബൈക്കിലെത്തുകയാണ്. സാറില്ലേ ഇവിടെയെന്ന് രാഘവൻ നായരോട് ചോദിക്കുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, ഏത് സാറിനെയാണ് നിനക്ക് കാണേണ്ടത്? ഞാൻ പോരെങ്കിൽ വേറൊരു സാറിനെ വിളിക്കാം. എന്നിട്ട് അകത്തേക്ക് നോക്കി വിഷ്ണു എന്ന് വിളിക്കുകയാണ്. അന്നേരം മുകളിൽ നിന്ന് ആൾ വരുന്നത് കണ്ട്, ക്ലീറ്റസ് അല്ലേ ഇത്, ഇവൻ എന്താ ഇവിടെയെന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരികയാണ് വിഷ്ണു. വിഷ്ണു വരുന്നത് കണ്ട് ക്ലീറ്റസ് പറയുകയാണ്, ഈ സാറിന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ്, സാറിന് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. ആ എസ്റ്റേറ്റിൽ നിന്നും എടുത്ത ഫോട്ടോ ലേശം വൈകിപ്പോയെന്ന് മാത്രം എന്ന് പറയുകയാണ് ക്ലീറ്റസ്. അന്നേരം ആകെ വല്ലാതെ നിൽക്കുകയാണ് വിഷ്ണു. അല്ല ക്ലീറ്റസെ, അത് പിന്നെയെന്നും പറഞ്ഞ് വിഷ്ണു പരിഭ്രമിക്കുമ്പോൾ ക്ലീറ്റസ് ചോദിക്കുകയാണ്, അല്ല സാർ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? എന്നിട്ട് ശാലിനിയെ ചൂണ്ടി ചോദിക്കുകയാണ്, സാർ ഒരുപാട് കാലം പ്രേമിച്ച പെൺകുട്ടിയാണ് ഇതെന്നല്ലേ പറഞ്ഞത്? ആ പെൺകുട്ടിയുമായിട്ടുള്ള സാറിന്റെ കല്യാണവും കഴിഞ്ഞു. അന്നേരം ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ശാലിനി. അതേസമയം അകത്തു നിന്നും സുസ്മിതയും സത്യഭാമയും അങ്ങോട്ടത്തേക്ക് വരികയാണ്. ക്ലീറ്റസ് ചോദിക്കുകയാണ്, ഇനി എന്തിനായി പേടി? എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? അന്നേരം സത്യഭാമയെ കണ്ട് ഒന്ന് പേടിക്കുകയാണ് വിഷ്ണു. അന്നേരം സത്യഭാമ ആലോചിക്കുന്നത്, ശാലിനി അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവിടെ എത്തുന്നത് വരെ വിഷ്ണു സത്യഭാമയുടെ മകനാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതൊക്കെയാണ്. ആകെ പരിഭ്രമിച്ച് വിയർത്തു നിൽക്കുന്ന വിഷ്ണുവിനോട് വീണ്ടും ക്ലീറ്റസ് ചോദിക്കുകയാണ്, സാർ എന്തിനാ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഇത് ക്ലീറ്റസ് ആണ്, ക്ലീറ്റസ്. അന്നൊരിക്കൽ നമ്മുടെ ആ റബ്ബർ എസ്റ്റേറ്റ് വാടകയ്ക്ക് വേണമെന്ന് സാറ് പറഞ്ഞില്ലേ? അത് കേൾക്കുന്ന ശാലിനി അന്നേരം റബ്ബർ എസ്റ്റേറ്റിൽ പോയതും തേനീച്ച കൊത്തിയതുമാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. വീണ്ടും ക്ലീറ്റസ് പറയുകയാണ്, കാമുകിയെ ചുറ്റി നടന്ന് കാണിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ക്ലീറ്റസ് എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ 1 വർഷത്തേക്ക് അങ്ങ് എടുത്തോളാനല്ലേ പറഞ്ഞത്? അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ആകെ ചമ്മി നിൽക്കുകയാണ് വിഷ്ണു. അത് കേൾക്കുന്ന സത്യഭാമ അന്നേരം ബാലചന്ദ്രൻ വിളിച്ച് വിഷ്ണുവും ഒരു പെണ്ണും കൂടി ക്ലീറ്റസിന്റെ എസ്റ്റേറ്റിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച കാര്യം ഓർക്കുകയാണ്. തുടർന്ന് ക്ലീറ്റസ് പറയുകയാണ്, ഓർമ്മയില്ലെങ്കിൽ ഞാൻ തന്നെ വിശദീകരിക്കാം. അന്ന് സാറിനോട് പറഞ്ഞത് ഈ കൊച്ചിനോടൊപ്പമുള്ള ഫോട്ടോ പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് എത്തിക്കണമെന്നല്ലേ? ഈ കൊച്ചറിയാതെ തികച്ചും നാച്ചുറലായിട്ട് ഈ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ക്ലീറ്റസിനെ കൊണ്ട് ആകാവുന്നത്ര ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് സംഘടിപ്പിച്ചതാണ് ഈ ഫോട്ടോ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഗിഫ്റ്റ് എടുക്കുകയാണ് ക്ലീറ്റസ്. അന്നേരം സുസ്മിത സത്യഭാമയോട് ചോദിക്കുകയാണ്, ആൻറ്റിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഇവളീ കാണിക്കുന്നതൊക്കെ വെറും പടം മാത്രമാണെന്ന്? ഇതൊന്നുമല്ല യഥാർത്ഥ ശാലിനി, ഇവളാകെ വിളഞ്ഞ വിത്താണെന്ന് പറയുകയാണ് സുസ്മിത. അതേസമയം ക്ലീറ്റസ് കൊണ്ടുവന്ന ഫോട്ടോ കവർ പൊട്ടിച്ച് എല്ലാവരുടെയും മുൻപിൽ കാണിക്കുകയാണ്. വേണ്ടാന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അതിനോടകം തന്നെ കവർ പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു ക്ലീറ്റസ്. എങ്ങനെയുണ്ട് സാറേ, നന്നായിട്ടില്ലേ എന്നൊക്കെ ക്ലീറ്റസ് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇടം കണ്ടിട്ട് സത്യഭാമയെ തന്നെ നോക്കുകയാണ് വിഷ്ണു. തുടർന്ന് ക്ലീറ്റസ് പറയുകയാണ്, അന്ന് ഞാൻ കണ്ടതല്ലേ, ഈ കൊച്ചിൻ്റെ ഇളയതിനെ ഒന്ന് മാറ്റിയിട്ട് ഈ കൊച്ചിനോടൊന്ന് സമാധാനമായിട്ട് കാര്യം പറയാൻ വേണ്ടി എന്തൊക്കെ പാടുപെട്ടെന്ന്. ഇതൊക്കെ കേട്ട് ക്ലീറ്റസിനോടുള്ള ദേഷ്യം കടിച്ചമർത്തുകയാണ് വിഷ്ണു. കൂട്ടത്തിൽ കാട്ടുതേനീച്ചയുടെ കുത്തു വേറെയും എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് ക്ലീറ്റസ്. ഈ ഫോട്ടോ അതിൻ്റെയൊക്കെ സ്മാരകമായിട്ട് പിന്നീട് ഞാൻ എടുത്തതാണെന്ന് പറയുകയാണ് ക്ലീറ്റസ്. നല്ല ഭംഗിയായിട്ട് ചില്ലിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടതിന് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നാൽ ഞാനങ്ങ് തിരികെ പോകാമായിരുന്നു എന്ന് തലചൊറിഞ്ഞുകൊണ്ട് പറയുകയാണ് ക്ലീറ്റസ്. അതിനുശേഷം സത്യഭാമയോട് പറയുകയാണ്, അയ്യോ ഞാനതങ്ങ് മറന്നു. ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് സത്യാമ്മയാണെന്ന് സാറ് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സത്യാമ്മ തന്നെ തന്നാൽ മതി. അതാകുമ്പോൾ ഇത്തിരി കനപ്പെട്ടത് കിട്ടുമല്ലോ. അതിനുശേഷം ഇതാ ഫോട്ടോ പിടിച്ചാട്ടെ എന്നും പറഞ്ഞ് ഫോട്ടോ സത്യഭാമയ്ക്ക് കൊടുക്കുന്നു ക്ലീറ്റസ്.
ഫോട്ടോ നോക്കിയിട്ട് സത്യഭാമ ചോദിക്കുകയാണ്, കനപ്പെട്ടത് തന്നെ വേണം ഇയാൾക്ക് അല്ലേ? അന്നേരം ചിരിച്ചുകൊണ്ട് ക്ലീറ്റസ് പറയുകയാണ്, അങ്ങനെ കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നോ? അത് കേട്ട് ദേഷ്യപ്പെട്ട് ക്ലീറ്റസിനെ അടിക്കുകയാണ് സത്യഭാമ. ക്ലീറ്റസ് വന്ന് രാഘവൻ നായരുടെ അടുത്തേക്ക് വീഴുകയാണ്. മതിയായോ നിനക്കെന്ന് ചോദിക്കുമ്പോൾ കവിള് തടവിക്കൊണ്ട് മതിയായി, ധാരാളം മതിയായി എന്ന് പറയുകയാണ് ക്ലീറ്റസ്. ഇച്ചിരി കനം കൂടിപ്പോയോ എന്നൊരു സംശയം. പോട്ടെ സാറേ എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ചു പോവുകയാണ് ക്ലീറ്റസ്. അതിനുശേഷം സത്യഭാമ ദേഷ്യപ്പെട്ട് ശാലിനിയോട് ചോദിക്കുകയാണ്, എടി, സത്യഭാമയുടെ മകനാണ് വിഷ്ണുവെന്ന് നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നു അല്ലേ? വിഷ്ണുവുമായിട്ട് നിനക്ക് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അമ്മേ, അതെന്താന്ന് വെച്ചാലെന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, നീ മിണ്ടരുത്, മറുപടി പറയേണ്ടത് ഇവളാണ്. മണ്ഡപത്തിൽ വെച്ച് ഇവള് പറഞ്ഞതിന്റെ ന്യായം എനിക്ക് കേൾക്കണം. മറുപടിയില്ലാതെ ശാലിനി നിൽക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അവൾക്ക് പറയാൻ മറുപടിയൊന്നും ഉണ്ടാകില്ല ആൻറ്റി. ഇതിനുള്ള പോംവഴി എനിക്കറിയാം. ഞാൻ കാണിച്ചു കൊടുക്കാം ഇവരുടെ ബന്ധം ഇനി എന്താണെന്ന്. അതിനുശേഷം സുസ്മിത സത്യഭാമയുടെ കയ്യിൽ നിന്നും ഫോട്ടോ വാങ്ങി മുറ്റത്തേക്ക് വന്നിട്ട് എല്ലാവരോടുമായി പറയുകയാണ്, ഇനി ഇവിടെ കിടക്കും ഇവരുടെ പ്രണയത്തിന്റെ സ്മാരകം എന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് വലിച്ചെറിയുകയാണ് ഫോട്ടോ. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് സുസ്മിതയുടെ അടുത്തേക്ക് വന്ന വിഷ്ണു സുസ്മിതയുടെ കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്തായി കാണിച്ചതെന്ന് ചോദിച്ച് സുസ്മിതയെ പിടിച്ച് കുലുക്കുകയാണ്. അന്നേരം സത്യഭാമ വിളിക്കുകയാണ്, വിഷ്ണു എന്ന് വിളിച്ചിട്ട് സുസ്മിതയോട് പറയുകയാണ്, സുസ്മി, നീ അകത്തേക്ക് പോ. ദേഷ്യപ്പെട്ട് സത്യഭാമ വിഷ്ണുവിനോട് പറയുകയാണ്, നീ ഈ കുടുംബത്തെ ഒന്നാകെയാണ് തളർത്തിയത്. അതിൻ്റെ മുൻപിൽ ഈ ഫോട്ടോ ഒന്നുമല്ല. ഇത് വാരിക്കൂട്ടിയിട്ട് പുറത്തേക്ക് കളഞ്ഞേക്ക്, അത്ര തന്നെ. അത്രയും പറഞ്ഞ് ശാലിനി ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു സത്യഭാമ. അതിനുശേഷം താഴെ വീണ ഫോട്ടോ വിഷ്ണു എടുക്കാൻ ശ്രമിക്കുകയാണ്. എടുക്കുമ്പോൾ ചില്ലുകൊണ്ട് വിഷ്ണുവിൻ്റെ കൈമുറിയുന്നു. അയ്യോ, കൈമുറിഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഏട്ടാന്നും പറഞ്ഞ് പ്രീതി മുന്നോട്ട് നടക്കുമ്പോൾ രാഘവൻ നായർ പ്രീതിയെ തടുത്ത് വേണ്ടാന്ന് പറയുകയാണ്. വിഷ്ണുവിൻ്റെ കൈ മുറിഞ്ഞത് കണ്ട് ഓടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാലിനി. അതിനുശേഷം വിഷ്ണുവിൻ്റെ കൈപിടിച്ച് നോക്കിയ ശാലിനി ചോര കണ്ട് സങ്കടപ്പെടുകയാണ്. എന്നിട്ട് തൻ്റെ സാരി വലിച്ചു കീറി വിഷ്ണുവിൻ്റെ കൈ കെട്ടിക്കൊടുക്കുകയാണ്. ഇത് കണ്ട് പുറകിൽ നിന്നും സന്തോഷിക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും. ശാലിനിയുടെ സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റത്തിൽ സന്തോഷത്തോടുകൂടി ശാലിനിയെ നോക്കിയിരിക്കുകയാണ് വിഷ്ണു. കൈ കെട്ടിക്കൊടുത്ത ശേഷം ശാലിനി പറയുകയാണ്, അതെ, ഉടഞ്ഞു പോയതൊന്നും കൂട്ടിച്ചേർക്കാൻ നോക്കണ്ട. ഒരിക്കലും പഴയ രൂപത്തിലാകില്ല അത്. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകുന്നു ശാലിനി. അതിനുശേഷം വിഷ്ണു പൊട്ടിയ ചില്ലെല്ലാം കളഞ്ഞിട്ട് ആ ഫോട്ടോ മാത്രമായി എടുക്കുകയാണ്. വിഷ്ണു ഫോട്ടോവുമായി പോകുമ്പോൾ രാഘവൻ നായർ പ്രീതിയോട് പറയുകയാണ്, മോളെ, പൊന്നിയോട് ആ ഉടഞ്ഞ ചില്ലൊക്കെ എടുത്തു കളയാൻ പറഞ്ഞേക്ക്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രമിച്ചു നോക്കാം മോളെ, ഉടഞ്ഞു പോയതൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോന്ന്. എന്താന്ന് ചോദിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് രാഘവൻ നായർക്ക് കൈ കൊടുക്കുകയാണ് പ്രീതി. തുടർന്ന് റൂമിലിരിക്കുന്ന ശാലിനി അന്ന് എസ്റ്റേറ്റിൽ പോയതും തേനീച്ച കൊത്തിയപ്പോൾ വിഷ്ണുവിന് മരുന്ന് വെച്ച് കൊടുത്തതുമൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണ്. ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് വന്ന് വിഷ്ണു പറയുകയാണ്, എടോ, ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. അന്ന് റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോയപ്പോൾ നമ്മൾ ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാൻ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. താൻ എപ്പോഴും എൻ്റെ അടുത്ത് നിൽക്കുന്നത് കാണാനുള്ള ഒരു കൊതി കൊണ്ടാണ്. ഫോട്ടോ എടുത്ത് കണ്ടപ്പോൾ നമ്മൾ ഒരുമിച്ചതോർത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് പ്രീതി. അപ്പോൾ തന്നെ അതൊന്ന് ഫ്രെയിം ചെയ്ത് തരാൻ ഞാൻ അയാളോട് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ രീതിയിൽ അയാൾ ഇതിവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല. എടോ, ഇയാളെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണെന്നാണോ ഇയാൾ കരുതിയിരിക്കുന്നത്? ഒരിക്കലുമില്ല. ആരെങ്കിലും ഇയാളെ വഴക്ക് പറയുന്നത് എന്നെ തന്നെ വഴക്ക് പറയുന്നതിന് തുല്യമാണ്. ഇയാളെ നീരസത്തോടുകൂടി ആരെങ്കിലും നോക്കിയാൽ പോലും മനസ്സിലൊരു മുള്ളാണി തറച്ചു കയറുന്നത് പോലെയാണ് എനിക്ക്. എടോ, ഇനിയെങ്കിലും താനൊരു സത്യം മനസ്സിലാക്ക്. കരയുന്ന ശാലിനിയോട് വീണ്ടും വിഷ്ണു പറയുകയാണ്, ദേ നോക്ക്, ഇയാളുടെ മുന്നിൽ സ്വയം ന്യായീകരിക്കാൻ വന്നതല്ല ഞാൻ. എന്തെങ്കിലും മുതലെടുപ്പിന് വേണ്ടിയിട്ടും അല്ല. പക്ഷേ ഇതൊക്കെ തന്നോട് പറയണമെന്ന് തോന്നി, അത്ര തന്നെ. അത്രയും പറഞ്ഞ് ശാലിനിയുടെ അടുത്തു നിന്നും പോവുകയാണ് വിഷ്ണു. വിഷ്ണു കാണാതെ പെട്ടെന്ന് വാതിൽക്കൽ നിന്നും മാറുകയാണ് പ്രീതി. പ്രീതി കരുതുകയാണ്, ശാലിനിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വിഷ്ണുവേട്ടൻ എത്രയായി കഷ്ടപ്പെടുന്നത്, പാവം. ശാലിനി വിഷ്ണുവേട്ടനെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വന്നേ പറ്റൂ. രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ ചെയ്യാവുന്നതത്രയും ഈ പ്രീതി ചെയ്തിരിക്കും, ഉറപ്പാണ്. അന്നേരവും സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.